ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. പീതാംബരംഗരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 18. പൃഥുചരിതം. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേരംഗസ്യ വ്യജനിസുതഃ സവേന നാമാ യദ്ദോഷവ്യതിതമതിഃ സ രാജവര്യസ്ത്വൽപാദേ നിഹിതമനാവനം ഗതോഭൂത്. ധ്രുവവംശജനും പ്രതാപിയുമായ അംഗൻ എന്ന രാജാവിന് വേനൻ എന്ന പേരിൽ അധാർമികനായ ഒരു പുത്രൻ ജനിച്ചു. വേനന്റെ കുചേഷ്ടിതങ്ങൾ കണ്ട് മനസ്സ് തകർന്ന ആ രാജവര്യൻ അങ്ങയുടെ പാദങ്ങൾ ധ്യാനിച്ച് തപസ്സു ചെയ്യാനായി വനത്തിലേക്ക് പോയി. പാപോപീക്ഷിതിതലപാലനായ വേന പൗരാദീരുപനിഹിത കഠോരവീര്യ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയന്നരൗൽസീ. പാപിഷ്ഠനാണെങ്കിലും വീരനായ വേനനെ പൗരന്മാർ രാജ്യസംരക്ഷണാർത്ഥം സിംഹാസനത്തിലിരുത്തി. അവൻ എല്ലായിടത്തും സ്വന്തം ബലം പ്രദർശിപ്പിക്കുകയും ഭൂമിയിൽ ഒരിടത്തും അങ്ങയെ ആരാധിക്കാൻ പാടില്ലെന്ന് നിരോധിക്കുകയും ചെയ്തു. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈ ശാപാഗ്നൗ ശലഭദശാമനായി വേന. നല്ല മാർഗം ഉപദേശിക്കാനായി താപസന്മാരുടെ ഒരു സംഘം അവിടെ വന്നെത്തിയപ്പോൾ ഞാനല്ലാതെ ഈ ഭൂലോകനാഥനായി മറ്റൊരാളും ഇല്ലെന്ന് പറയുകയാണ് അവൻ ചെയ്തത്. അങ്ങയെ നിന്ദിച്ചു സംസാരിച്ച വേനനെ മുനിശ്രേഷ്ഠന്മാർ ശാപാഗ്നിയിൽ ശലഭം പോലെ ദഹിപ്പിച്ചു. തന്നാശാൽഖലജനഭിരൂഖൈർമുനീന്ദ്രൈസ്തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ തെക്വാഖേ പരിമദദാധദോരുദണ്ഡാദ് ദോർദണ്ഡേ പരിമദിതേ ത്വമാവിരാസി. വേനന്റെ മാതാവ് ആ ശരീരം ചിരകാലം സൂക്ഷിച്ചു വെച്ചു. അങ്ങനെയിരിക്കെ ഭരണാധികാരിയെ ഇല്ലാത്തതുമൂലം ദുഷ്ടജനബാഹുല്യമുണ്ടാകുമെന്നു ഭയന്ന് മഹർഷിവര്യന്മാർ ആ ശരീരത്തിൻ്റെ ഊരുഭാഗം കടയുകയും അങ്ങ് പൃഥുരാജാവായി ഉത്ഭവിക്കുകയും ചെയ്തു. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈ സൂതാദ്യൈ പരിണുതു ഭാവി ഭൂരി വീര്യ വേനാർത്യാ കബളിത സമ്പദം ദരിത്യാമാക്രാന്താം നിജധനുഷാ സമാമകാർഷീ. വിഖ്യാതനായ പൃഥുമഹാരാജാവ് വിഷ്ണു ഭഗവാന്റെ അംശം തന്നെയാണെന്ന് താപസവര്യന്മാർ ഉപദേശിക്കുകയും സ്തുതിപാഠകന്മാർ സ്തുതിക്കുകയും ചെയ്തപ്പോൾ പരാക്രമിയായ അദ്ദേഹം വേനനെ ഭയന്ന് സമ്പത്തെല്ലാം മറച്ചു വെച്ചിരുന്ന ഭൂമിയെ തൻ്റെ വില്ലുകൊണ്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഭൂയസ്താൻ നിജകുലമുഖ്യവത്സയുക്തൈർദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു അന്നാദീനഭിലഷിതാനി താനി താനി സ്വച്ഛന്ദം സുരഭിത നൂനുമദൂദുഹസ്തം. സ്വവർഗപ്രധാനിയെ പശുക്കുട്ടിയാക്കിയ ദേവാദികളോടുകൂടി അങ്ങ് ഗോരൂപധരയായ ആ ഭൂമിയിൽ നിന്ന് അന്നം മുതലായ അതാത് അഭിലഷിത വസ്തുക്കളെ ഉചിതങ്ങളും മനോഹരങ്ങളുമായ പാത്രങ്ങളിലേക്ക് കറന്നെടുത്തു.
ആത്മാനം യജതി മഖൈസ്ത്വയി സ്ത്രിധാമന്നാരാബ്ധേ ശതതമവാജിമേതയാഗേ സ്പർദ്ധാലു ശതമഖയേത്യനീജവേഷോ വേഷോ ഹൃത്വാശ്വം തവ തനയാൽ പരാജിതോഭൂത്. പൃഥുവിൻ്റെ രൂപം ധരിച്ച ദേവൻ അന്ന് മഹായാഗങ്ങൾ ചെയ്ത് സ്വയം പൂജിച്ചു വന്നു. 100ാമത്തെ അശ്വമേധ യാഗാരംഭത്തിൽ അസൂയാലുവായ ഇന്ദ്രൻ ചണ്ഡാളവേഷത്തിൽ വന്ന് യാഗാശ്വത്തെ അപഹരിച്ചുവെങ്കിലും അങ്ങയുടെ പുത്രനാൽ പരാജിതനാക്കപ്പെട്ടു. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുദ്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാൽ ത്വം മധുരിഭുമൈക്ഷതാ സ്വയം സ്വം. ഇങ്ങനെ പലപ്പോഴും യാഗാശ്വത്തെ അപഹരിച്ച ഇന്ദ്രനെ മഹർഷിമാർ തീയിൽ ഹോമിക്കാൻ നിശ്ചയിച്ചപ്പോൾ ബ്രഹ്മാവ് അവരെ സാന്ത്വനിപ്പിച്ചു. യാഗാന്ത്യത്തിൽ അങ്ങ് സാക്ഷാൽ മധുരിഭുവിൻ്റെ എന്നുവെച്ചാൽ വിഷ്ണുവിൻ്റെ വേഷത്തിൽ പ്രത്യക്ഷനായി. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദഃ കദാപി ദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസന്നൈക്ഷിഷ്ടാ സനകമുഖാൻ മുനീൻ പുരസ്താത്. ഭഗവാന്റെ വരപ്രസാദമായ ഭക്തി ഒന്നിനെ മാത്രം ആധാരമാക്കി ഹേ ദേവ, അങ്ങ് ഒരിക്കൽ ഗംഗാതീരത്തിലെത്തുകയും അവിടത്തെ സത്രത്തിൽ വന്നിരിക്കുന്ന മുനിമാർക്ക് ധർമ്മോപദേശം നൽകുകയും ചെയ്തു. അപ്പോൾ അങ്ങയുടെ മുൻപിൽ സനകാദി യോഗികൾ ആവിർഭവിച്ചു. വിജ്ഞാനം സനകമുഖോദിതം ദദാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താതൃക് മൃദുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയവാതഗേഹവാസിൻ. സനകൻ മുതലായ മഹർഷിമാർ അങ്ങയ്ക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ച് അതിനുശേഷം അങ്ങ് തപസ്സിനു വേണ്ടി വനത്തിൽ പ്രവേശിക്കുകയും സ്വന്തം ആത്മരൂപമായ ബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ അസാധാരണ പ്രഭാവങ്ങളോടെ പൃഥുരൂപധാരിയായി മേവിയ ഹേ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ വേഗത്തിൽ ശമിപ്പിക്കണേ. ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവി നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ.